ഹലോ ഹലോ എടാ, ഇന്നലെ നമ്മൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ നിങ്ങളെല്ലാം പോയില്ലേ? ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോൾ ഒരു സംഭവം നടന്നടാ. ഹലോ, എടാ, എന്ത് സംഭവമാണ് നടന്നേ? നീ എല്ലാം വ്യക്തമായിട്ടൊന്ന് പറ. എന്താണ് സംഭവിച്ചേ? നീ ഒന്ന് വ്യക്തമായിട്ട് പറ. ഞാൻ എല്ലാം നിന്നോട് വിശദമായിട്ട് പറയാം. നീ ആരാ? നീ എന്താ എയറിന്റെ മണ്ടേ നിൽക്കുന്നേ? എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. നീ ആരാന്നൊന്ന് പറ. നിനക്ക് ചിരിക്കാൻ? ഞാൻ മനുഷ്യനല്ല, ഞാൻ പ്രേതമാണ്. എന്ത് പ്രേതോ? അതെ, ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. നീയും നിന്റെ കൂട്ടുകാരും എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായം? നിന്നെ ഞങ്ങൾ സഹായിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? അതൊക്കെ ഞാൻ നിന്നോട് വ്യക്തമായി പറയാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരാം. ആഗ്രഹങ്ങളോ? എങ്കിൽ ശരി, എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണ്ടേന്നൊന്ന് പറഞ്ഞോ. ഒരു ബുക്കുണ്ട്. ആ ബുക്ക് ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. അത് നീ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു തരണം. എനിക്കെന്തായാലും അത് എടുക്കാൻ പറ്റില്ല. ശരി, ഞാനും എൻ്റെ കൂട്ടുകാരും ഒന്ന് അന്വേഷിക്കട്ടെ. അതിപ്പോ എങ്ങോട്ടാ പോയേ? ഇതാണ് നടന്നത്. ബുക്കിന്റെ കാര്യം പറഞ്ഞേ, അതെന്ത് ബുക്കാ? അതൊന്നും എനിക്കറിയില്ല. ബുക്ക് എങ്ങനെങ്കിലും കണ്ടുപിടിച്ചു കൊടുത്താൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമെന്നാ പറഞ്ഞേ. എങ്കിൽ ശരി, നമുക്ക് മറ്റവനെയും കൂടെ വിളിച്ച് ഒരു ചർച്ച വെക്കാം. ഏത്? എടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്തിനാ നിങ്ങൾ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? എടാ, ഞാൻ പറഞ്ഞു തരാം. ഇങ്ങോട്ട് മാറിക്ക്, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എടാ, ഞാൻ ഇന്നലെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നില്ലേ, അപ്പോ എന്താടാ നീ പറയുന്നേ? എടാ, അപ്പൊ എന്ത് ബുക്കിനെ കുറിച്ചാ പ്രേതം പറഞ്ഞത്? നീ ശരിക്കും കണ്ടതാണോ അല്ലെങ്കിൽ വല്ല തള്ളുന്നതാണോ? അല്ലടാ, എന്നെ ഒന്ന് വിശ്വസിക്കടാ. എങ്കിൽ ശരി, എന്തായാലും നമ്മള് കുട്ടികളാവേണ്ട നമുക്കധികം അറിയില്ലായിരിക്കും. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാലോ. ചെല്ലേ, നീ വീട്ടിൽ ചെന്നിട്ട് നിന്റെ അച്ഛനും അമ്മേനോട് ചോദിച്ചോക്ക്. ഞാനും എന്റെ വീട്ടിൽ ചെന്ന് ചോദിക്കാം. എന്താ മോനെ നീ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? അമ്മേ, എന്തെങ്കിലും മാന്ത്രികമായിട്ടുള്ള ബുക്ക് നമ്മുടെ ഇവിടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അതെന്താ മോനെ നീ അങ്ങനെ ചോദിച്ചത്? മോനെ, നീ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെ അമ്മേ. എങ്കിൽ ശരി മോനെ, എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ട്. മോൻ ഈ കാര്യം ആർക്കും അറിയില്ല. ഇതെവിടുന്ന ശബ്ദം? ഞാൻ മാത്രമാണ് ഈ ശബ്ദം കേൾക്കുന്നുള്ളൂ. അമ്മേ, അമ്മേ, അയ്യോ അമ്മ, ഓടിയോ അമ്മേ. എന്തേലും അറിയാൻ പറ്റിയോടാ മോനു? ഇല്ലടാ. എടാ, ഞാൻ ഇന്നലെ അമ്മേനോട് ചോദിച്ചു, പക്ഷെ അമ്മയൊന്നും പറഞ്ഞൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി. എടാ, ഇതെന്തോ വലിയ പ്രശ്നം. നമ്മളിനത് തലയിടുകയോ വേണ്ടായിരുന്നു. നീ എന്താ പറയുന്നേ? നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ഇനി നമുക്ക് വേറെ വഴിയില്ല. ഒരു ഐഡിയ. എനിക്കറിയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിക്കാരൻ ഈ പ്രേതങ്ങളുടെ പരിപാടിയൊക്കെ ചെയ്യുന്ന. ആ പുള്ളിക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ പ്രേതത്തെ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചു തരും. എങ്കിൽ ശരി, അങ്ങനെയാവട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പുള്ളിക്കാരനെ കാണാൻ പോണം. എന്താണ് കുട്ടികളെ ഇവിടെ പരിപാടി? അത് പിന്നെ അണ്ണാ, ഇവന്റെ ഒരു കാര്യമാണ്. എന്ത് കാര്യം? അത് പിന്നെ ചേട്ടാ, എൻ്റെ പുറകെ ഒരു പ്രേതം കൂടിയിട്ടുണ്ട്. എൻ്റെ പുറകെയല്ല, ഞങ്ങളുടെ 3 പേരുടെയും പുറകെ. ആ പ്രേതം പറയുന്ന ഒരു ബുക്ക് എടുത്ത് തരണം എന്നൊക്കെയാ. അതെ ശരിയാ. ആരടത്? ഓ, പേടിച്ചു പോയല്ലോ. എങ്കിൽ ശരി, എൻ്റെ അടുത്തൊരു വഴിയുണ്ട്.